അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞത് PFI ഭീകരവാദ നേതാക്കളുടെ സഹായത്തോടെയെന്ന NIA. സവാദിനെ ചോദ്യം ചെയ്ത് ഗൂഢാലോചന കണ്ടെത്തേണ്ടതുണ്ടെന്നും NIA അറസ്റ്റിലായ സവാദിനെ ഈ മാസം 24 വരെ റിമാൻഡ് ചെയ്തു. PFI നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് 13 വർഷം ഒളിവിൽ കഴിഞ്ഞത്. സവാദിനെ ചോദ്യം ചെയ്ത് കേസിന് പിന്നിലുള്ള ഗൂഢാലോചന കണ്ടെത്തേണ്ടതുണ്ട്. ഇത്രയും നാൾ സവാദിനെ സംരക്ഷിച്ചവരെയും കണ്ടെത്തേണ്ടതുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. സവാദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2 മൊബൈൽ ഫോണുകളും ഒരു സിം കാർഡും പിടികൂടിയിട്ടുണ്ട്. പ്രതിയെ സംബന്ധിച്ച ചില വിവരങ്ങളും പിടിച്ചെടുത്തതായി NIA കോടതിയിൽ അറിയിച്ചു. സവാദിനെ തിരിച്ചറിയൽ പരേഡ് നടത്തണം. ഇതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങും. അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതിയായ PFI ഭീകരൻ സവാദിനെ ഇന്നലെ രാത്രിയായിരുന്നു കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് PFI ഭീകരവാദ സംഘം ആസൂത്രിതമായി തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റുകയായിരുന്നു. കൃത്യം നടത്തിയത് സവാദായിരുന്നു. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപയുടെ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. 2 ഘട്ടങ്ങളിലായാണ് കേസിൽ വിചാരണ നടന്നത്. ആദ്യഘട്ടത്തിൽ വിചാരണ നേരിട്ടവരിൽ 13 പേരെയും 2ാം ഘട്ടത്തിൽ വിചാരണ നേരിട്ടതിൽ 6 പേരെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കല്ലൂരിലെ പ്രത്യേക NIA കോടതി ശിക്ഷിച്ചിരുന്നു. 2015 മെയ് 8-നായിരുന്നു ആദ്യ ശിക്ഷാവിധി. കേസിൽ ഭീകരപ്രവർത്തനം തെളിഞ്ഞെന്ന് കണ്ടെത്തിയ കോടതി ഗൂഢാലോചന, ആയുധം കൈവശം വയ്ക്കൽ, ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കൽ വകുപ്പുകൾക്കായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത്. സവാദിനെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരുടെ വിവരങ്ങളും ലഭിക്കും. ജനം, കൊച്ചി.